ജീവിതത്തിൽ എന്നും നമ്മൾ ചിന്തിക്കുക, എന്നും നിരാശയാണോ, എന്നും നെടുവീർപ്പുകളാണോ, എന്നാണ് എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകുക? പ്രിയമുള്ളവരെ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സെഖര്യാവിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായമാണ്. ഓരോ അധ്യായങ്ങളായിട്ടുള്ള ദൈവവചന പഠനം നിങ്ങൾക്ക് ഇന്ന് വരെ അത് വളരെ അനുഗ്രഹമായിരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. സെഖര്യാവിന്റെ പുസ്തകം നാം ചിന്തിക്കുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചിന്തിച്ച പ്രവചന ഭാഗങ്ങൾ അനുസരിച്ച് അവർ പ്രവാസത്തിലായിരുന്നു 70 സംവത്സരം യഹൂദ ജനം. അവിടെ നിന്ന് തിരികെ വന്ന ശേഷം ദൈവാലയത്തിന്റെ പണിയും മതിലിന്റെ പണിയും ഒക്കെ ആരംഭിച്ച്, എന്നാൽ അവർക്ക് ചില എതിർപ്പുകൾ നേരിടേണ്ടി വന്ന സമയത്ത് അവരെ ധൈര്യപ്പെടുത്തുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരാണ് സെഖര്യാവും ഹഗ്ഗായിയും മലാഖിയും. സെഖര്യാവിന്റെ സന്ദേശങ്ങൾ ജനത്തിന് പകർന്നത് വലിയ പ്രചോദനമായിരുന്നു. 8-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം മടങ്ങി വന്ന യഹൂദ ജനത്തിന് ദൈവം കൊടുക്കുന്ന ആശ്വാസത്തിന്റെയും അഭിവൃദ്ധിയുടെയും ആനന്ദത്തിന്റെയും സന്ദേശമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അഭിവൃദ്ധിയും ആനന്ദവും ഒക്കെ, അല്ലേ? ജീവിതത്തിൽ എന്നും നമ്മൾ ചിന്തിക്കുക, എന്നും നിരാശയാണോ, എന്നും നെടുവീർപ്പുകളാണോ, എന്നാണ് എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകുക? പ്രിയമുള്ളവരെ, 70 വർഷം നീണ്ട പരദേശവാസത്തിൽ അല്ലെങ്കിൽ പ്രവാസികളായിരുന്നവർക്ക് കാലം തികഞ്ഞപ്പോൾ, സമയം അടുത്തപ്പോൾ ദൈവം ഒരു പരിവർത്തനം നൽകിയെങ്കിൽ, ഒരു മാറ്റം നൽകിയെങ്കിൽ, ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്റെ പ്രതിബന്ധങ്ങൾക്ക് എത്ര കാലപ്പഴക്കം ഉണ്ട് എന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല. നേരമാകുമ്പോൾ നിങ്ങൾ പുറത്തു വന്നിരിക്കും. അവിടെ നിങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകൾ ഒരു എതിർപ്പുകളല്ല. നമുക്ക് ചിന്തിക്കാം, ഏതൊക്കെ തരത്തിലാണ് യഹൂദ ജനത്തെ ദൈവം അനുഗ്രഹിച്ചത്. ഞാൻ 8-ാം അധ്യായത്തിൽ 1-2 ഭാഗങ്ങൾ വായിക്കുന്നു. ഒന്ന്, 2-ാമത്തെ വാക്യമാണ്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മഹാതീഷ്ണതയോടെ സിയോന് വേണ്ടി എരിയുന്നു. നമുക്ക് വേണ്ടി എരിയുന്നൊരു ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം. God is zeal for us. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ പ്രതിബന്ധങ്ങളിൽ തകർന്നവരാണോ? പലരുടെയും വാക്കുകൾ നിമിത്തം തകർന്നവരാണോ? ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചവൻ നിങ്ങൾക്ക് വേണ്ടി എരിയുന്നു എന്നുള്ളത് ഒരു സന്തോഷ വർത്തമാനമല്ലേ? രണ്ടാമത്, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നോക്കിക്കേ, അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരൂശലേമിന്റെ മധ്യേ വസിക്കും. എരിയുന്ന ദൈവം മാത്രമല്ല, അവൻ നമ്മുടെ നടുവിൽ വസിക്കുന്ന ദൈവമാണ്. ഒരുപക്ഷെ നീ അല്ലെങ്കിൽ ഞാനും പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ ആ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവം നടുവിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ നടുവിലുള്ള പ്രതിബന്ധങ്ങളെ അവൻ എടുത്തു മാറ്റിയിട്ടല്ലേ അവൻ അതിന്റെ നടുവിലേക്ക് വരുന്നത്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവൻ നമ്മുടെ നടുവിൽ വസിക്കുന്ന ദൈവമാണ്. മൂന്നാമത് കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ 4 മുതലുള്ള വേദഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. അത് ഇസ്രായേൽ മക്കൾക്ക് അല്ലെങ്കിൽ യഹൂദ ജനത്തിന് കൊടുക്കുന്ന അഭിവൃദ്ധിയാണ്. യെരൂശലേമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും ഇരിക്കും. വാർദ്ധക്യം നിമിത്തം ഒരുത്തൻ കയ്യിൽ വടി പിടിക്കും, ഓരോരുത്തൻ കയ്യിൽ വടി പിടിക്കും. നഗരത്തിന്റെ വീഥികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കും. ഒരു സമയത്ത് നിർജ്ജനമായ, അതല്ലേ യെരമ്യാവ് കരഞ്ഞത്, അയ്യോ ജനപൂർണയായിരുന്ന നഗരം ഏകാന്തയായതെങ്ങനെ? പക്ഷെ ഇവിടെ പറയുന്നു, ജനം മുഴുവനും നിറഞ്ഞിരിക്കും. അത് മാത്രമല്ല, താഴോട്ട് വായിക്കുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ അവരെ കൊണ്ടുവരും, അവർ യെരൂശലേമിൽ പാർക്കും. ദൈവം ഒരുവനെ സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരൊറ്റ മനുഷ്യനും അവനെ അവിടെ നിന്ന് പറിച്ചു കളയുവാൻ കഴിയുകയില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം
യഹൂദ ജനത്തോട് പറഞ്ഞ വാഗ്ദത്തം എന്നറിയാമോ? ഞാൻ അവരുടെ നടുവിൽ വസിക്കും, ഞാൻ അവർക്ക് വേണ്ടി എരിയുന്ന ദൈവമാണ്, മാത്രമല്ല അഭിവൃദ്ധിയുടെ ഒരു നീണ്ട നിര. 12 വാക്യത്തിൽ വിധ സമാധാനത്തോടെ ആയിരിക്കും, മുന്തിരിവള്ളി ഫലം കായ്ക്കും, ഭൂമി അനുഭവം നൽകും, ആകാശം മഞ്ഞു പെയ്യിക്കും. എന്താ അർത്ഥം എന്നറിയാമോ? 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ചെയ്യുന്നതൊക്കെ സാധിക്കും. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയതെല്ലാ അനുഗ്രഹങ്ങളും അവൻ നമുക്ക് നൽകി തരും. എന്റെ വാക്കുകളെ ഞാനിവിടെ പരിമിതപ്പെടുത്തുമ്പോൾ ഇസ്രായേലിനോട് മാത്രമല്ല, നമ്മോടും ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു ശുഭദിനം കൂടെ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.